ഓക്കെ സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ലിമിറ്റഡ് എഡിഷൻ ഇയർബഡ്സിന്റെ വീഡിയോ ആയിട്ടാണ്. ഫോർഡ് മസ്താങ്ങോ അതുപോലെ തന്നെ ബോൾട്ട് ഓഡിയോയും കൂടി കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടോർക്ക് എന്നുള്ള വേരിയന്റ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകേണ്ട ഇയർബഡ്സ്. ഇവർ തന്നെ 3 ടൈപ്പ് ഓഫ് ഇയർബഡ്സ് ഇറക്കിയിട്ടുണ്ട്. ഡർബി, ഡാഷ്, ടോർക്ക് 3 വേരിയന്റുകളാണ്. അതിൽ ടോർക്ക് എന്നുള്ള മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിംഗിലേക്ക് വരാം. അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയുണ്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബോക്സ് ഇതാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ നമ്മൾ ബോക്സിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോക്സ് ഇതുപോലെ നമ്മുടെ മസ്താങ്ങിൻ്റെ ആ ഒരു ലോഗോ കാണാം. പിന്നെ ബോൾട്ട് എന്നുള്ള ഒരു ബാഡ്ജിങ് മേലെ കാണാം. പുറകിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഫോർഡിൻ്റെ ഒരു ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് സൈഡിൽ അവിടെ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു GT മസ്താങ്ങിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ബോൾട്ട് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. അതുപോലെ നമ്മളെ ആ ഒരു ഇയർബഡ്സിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയിലൊരു സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വെൽക്കം കാർഡ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് മസ്താങ് ഓണേഴ്സ് ക്ലബ്ബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു നല്ല ഫിനിഷിങ്ങോട് കൂടിയ ഒരു വെൽക്കം കാർഡ് ഇതിനുള്ളിലുണ്ടാവും. നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കട്ടോ. ഇതൊരു ബോക്സാണ്. ഓക്കെ, ഫസ്റ്റ് ബോൾട്ടിൻ്റെ ഒരു കാർഡ് കാണാം. നമ്മൾ മസ്താങ്ങിൻ്റെ ഗ്രില്ലിൻ്റെ അവിടെ ബോൾട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ഒരു വെറൈറ്റി ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇതാണ് വെൽക്കം കാർഡ്. പുറകെ കാണാൻ പറ്റും. ജസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ബോക്സിനുള്ളിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്സ് അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിൾ ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് സി കേബിൾ തന്നെയാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു 2 സെറ്റ് ഇയർ ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ നമുക്ക് അതിനുള്ളിൽ വരുന്നത് കുറച്ച് മാനുവൽസ് ആണ്, യൂസർ മാനുവൽ അതുപോലെ തന്നെ വെൽക്കം കാർഡ് ഐറ്റംസ്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഏതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്കാൻ സെക്യൂർഡ് എന്നുള്ള ഒരു QR കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് 3 months വാറണ്ടി കാര്യങ്ങൾ, വാറണ്ടി കാർഡ് പേപ്പേഴ്സ് കാര്യങ്ങളാണ്. പിന്നെ അവരെ കുറച്ച് സ്റ്റിക്കേഴ്സ്, അത് അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിക്കാനൊക്കെ പറ്റും. ടോർക്ക് എന്നുള്ള ആ ഒരു യൂസർ മാനുവൽ അതവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ കേട്ടോ. എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ പ്ലേ ബാക്ക് ടൈം കാര്യങ്ങൾ, എല്ലാ പവർ ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നത് മോഡ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് റിവ്യൂവിൽ പറയാം. അപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിന് താഴെയായിട്ട് വീണ്ടും കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് എഡിഷൻ എന്നുള്ളൊരു സ്റ്റിക്കർ ഉണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. അവിടെ താഴെ ഇരിപ്പുണ്ട്, നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ, എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഇതിന് പുറമേയുള്ള ആ ഒരു കേസ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇയർബഡ്സിലേക്ക് വരാം. മെയിനായിട്ട് ഇതിൻ്റെ ലുക്കിലേക്ക് വരുമ്പോൾ ഒരു മസ്താങ്ങിന് എഴുതിയിട്ടുള്ള ഒരു ടൈൽ ലാമ്പ് പോലെ ഒരു ബാഡ്ജിങ് അവിടെ കാണാൻ പറ്റും. അതിൽ ലൈറ്റിങ്ങും ഉണ്ട്. ലൈറ്റിങ് നമ്മൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളും അതിൽ കാണില്ല. ഓക്കെ, പുറകിലായിട്ട് 2 ടൈപ്പ് സി കേബിളുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ് 2 ടൈപ്പ് സി പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ നമുക്കൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിലായിട്ട് മസ്താങ്ങിൻ്റെ ഒരു ലോഗോ കാണാം, ഒരു ഹോസിൻ്റെ ലോഗോ കാണാം. ബോൾട്ട് എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. തുറന്നു നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഉൾവശം വരുന്നത്. ഇവിടെയൊക്കെ ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇൻഡോറിൽ കാണിച്ചത് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളും ഇതിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് വരാം. ഫസ്റ്റായിട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയൊക്കെ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്കിത് തുറന്നു നോക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചാർജിങ് ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ RGB ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈഡിലായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ടൈൽ ലാമ്പ് പോലെ മസ്താങ്ങിന് എഴുതിയിട്ട് അവിടെ ഒരു റെഡ് കളറിൽ ഇതുപോലെ നമുക്കൊരു ഇത് കാണാൻ പറ്റും. അത് നമുക്ക് ശരിക്കും നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ. ഒരു സ്പോർട്ടി ലുക്കൊക്കെ തരുന്ന രീതിയിൽ ഒരു കാറിൻ്റെ പുറകുവശം പോലെ തന്നെ ഉള്ള ഒരു ഡിസൈനിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അതിന് മുൻവശത്തായിട്ടാണ് 2 ടൈപ്പ് സി ഡുവൽ ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ വരുന്നത്. കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ ബ്ലിൻഡ് പെയറിംഗ് കണക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് സിസ്റ്റമായിട്ട് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യും. അത് നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു കണക്ടിവിറ്റി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.4 വേർഷനാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അക്യുറസി അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള പെയറിങ് കണക്ടിവിറ്റി ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ,
കോളിങ്ങിൻ്റെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കിതിൽ ക്വാഡ് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ക്വാഡ് വിത്ത് എൻവയോൺമെൻറ്റ് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പുറമേയുള്ള സൗണ്ടുകളൊന്നും വല്ലാതെ ഇതിൽ മൈക്കിൽ ക്യാപ്ചർ ചെയ്യില്ല. നമുക്ക് നമ്മുടെ സൗണ്ട് മാത്രം ക്ലിയർ ആയിട്ട് നമ്മൾ കോൾ ചെയ്യുന്ന ആളുകൾക്ക് കേൾക്കാൻ പറ്റും. ക്വാഡ് മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കോളിംഗ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് നടക്കും. ഇതിൻ്റെ ഒരു പ്ലേബാക്ക് ടൈമിലേക്ക് വരുമ്പോൾ 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ നമുക്കൊരു 100 മിനിറ്റ്സോളം പ്ലേബാക്ക് ടൈം കിട്ടുന്നുണ്ട്. നമുക്ക് പുറകിലായിട്ട് 2 പോർട്ടുകളുണ്ട് ചാർജ് ചെയ്യാനായിട്ട്, അതും ഒരു ഫീച്ചറായിട്ട് കാണാം. നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഗെയിമിംഗ് മോഡുകൾ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് ഗണ്ണിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും നമ്മൾ വെടി വെക്കുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വിത്തിൻ സെക്കൻഡ് ലാഗ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. കോമ്പാക്റ്റ് ഗെയിമിങ്ങിന് വേണ്ടി 45 ms അൾട്രാ ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 0 ലാഗ് ആൻഡ് ആക്യുറസി, നമുക്ക് കറക്റ്റായിട്ട് ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു സാധനം തന്നെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഓവറോൾ പറയാനുള്ളത് റിച്ച് ക്വാളിറ്റി ആണെന്നുള്ളതാണ്. ഇനി നമുക്കിത് നമ്മളെ മൊബൈലായിട്ട് എങ്ങനെ പെയർ ചെയ്യാം, ഇതിൻ്റെ കണക്ടിവിറ്റിയിലേക്ക് വരാം. ബോൾട്ടിൻ്റെ ആംപ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യുന്നതും. ഇതിലുള്ള നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഈ ആപ്പിലൂടെയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ്. ഫസ്റ്റായിട്ട് നമുക്ക് പെയറിങ് കൊടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇത്തരത്തിൽ നമ്മുടെ ഡിവൈസ് കാണിക്കും. ജസ്റ്റ് കണക്ട് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് കണക്റ്റ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇത്തരത്തിൽ കാണാൻ പറ്റും. നമുക്ക് ഈക്വലൈസർ പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ബാസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി സെപ്പറേറ്റ് മോഡുകളിലേക്ക് വരുമ്പോൾ നമുക്ക് സൗണ്ട് മോഡുകൾ പല രീതിയിലുള്ള എഫക്ട്സുകൾ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമായിട്ട് ഓഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മൾട്ടി ഈക്വലൈസർ മോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈക്വലൈസറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കസ്റ്റമൈസേഷൻ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് വെച്ചിട്ടൊന്ന് കേട്ട് നോക്കാം. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നമ്മൾ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ആ ഒരു കറക്റ്റായിട്ടുള്ള ബാസ് അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ട്രബിൾ നമ്മൾ കേൾക്കുന്ന ആ ഒരു രീതിയിലുള്ള നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ കേൾക്കാനും പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷനുകളിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ഇയർബഡ്സിൻ്റെ സൈഡിലായിട്ടും പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് എന്താണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത് നമുക്ക് തന്നെ ഇവിടെ തീരുമാനിക്കാൻ പറ്റും. ബോൾട്ടിൻ്റെ ഈ ഒരു ആപ്പ് വഴി നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് പാട്ട് നെക്സ്റ്റ് ആവണോ, സോങ് നെക്സ്റ്റ് ആവണോ, പ്രീവിയസ് ആവണോ, പോസ് ആവണോ, സ്റ്റോപ്പ് ആവണം എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ നമ്മളെ സിറി എന്നുമായിട്ടുള്ളതൊക്കെ കണക്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. 1299 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു 1299 രൂപയ്ക്ക് നമുക്ക് വർത്താണെന്ന് ചോദിച്ചാൽ വർത്ത് തന്നെയാണ്. ഒരു ലിമിറ്റഡ് എഡിഷൻ ഇയർബഡ്സ് നമ്മളെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമിങ്ങിനൊക്കെ പറയുകയാണെങ്കിൽ ഗെയിമിങ് കളിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നോർമലി യൂസ് ചെയ്യുന്നവർക്കും നല്ല ഇയർബഡ്സ് തന്നെയാണ്. അത്യാവശ്യം സ്റ്റൈലിഷ് ആണ്. ഒരു യുണീക്ക്നെസ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കൊണ്ടെടുക്കാം. ഒരു യുണീക്ക് ഡിസൈനാണ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.